നമ്മൾ പറയുന്നതും മറ്റൊരാൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും തുടക്കം. എന്തിനാണ് വിധിയെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തുന്നത്? സ്വപ്നങ്ങൾ നമ്മുടേതാകുമ്പോൾ പരിശ്രമവും നമ്മുടേതായിരിക്കണം. ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് പരാജയം എന്ന രോഗം ഭേദമാക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന്. കിട്ടാത്തത് എല്ലാം പ്രിയപ്പെട്ടതാണ്, കിട്ടിയതിനെല്ലാം കുറ്റങ്ങളും. അങ്ങനെയാണ് മനുഷ്യർ. വാക്കുകളിൽ തരുന്ന സ്നേഹമല്ല, പ്രവൃത്തികളിൽ തരുന്ന സ്നേഹമാണ് വിശ്വസിക്കേണ്ടത്. ആത്മവിശ്വാസം ഉണ്ടാവുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങളെയും നേരിടുമ്പോഴാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്നുള്ള വാശി. എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. കൂടെയുണ്ടെന്ന് പറയുന്ന പലരും ഒരുനാൾ നമ്മളെ ഒറ്റപ്പെടുത്തും. നമ്മളെ ബഹുമാനിക്കാത്തവരെ തേടിപ്പോകാം, പക്ഷേ നമ്മളെ അവഗണിക്കുന്നവരെ തിരിഞ്ഞുപോലും നോക്കരുത്. നിങ്ങളുടെ ബിരുദം ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ പെരുമാറ്റത്തിൽ കാണപ്പെടും. എന്നെ വായിക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല, പക്ഷെ വായിക്കാതെ വിലയിരുത്തരുത് എന്ന് മാത്രം. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല പരിഗണനയാണത്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും. പിന്നിലേക്ക് തിരിക്കാനുള്ള അവസരം കൊടുക്കാതെ ഓരോ നിമിഷവും മുന്നോട്ട് മാത്രം ഓടുന്ന ഒരു ഘടികാര സൂചിയാവുക. ഓടുന്ന ഓട്ടത്തിൻ്റെ വേഗതയിലല്ല, ഓടുന്നെങ്കിൽ മുന്നോട്ട് തന്നെ ഓടുമെന്ന ഉറച്ച നിലപാടിലാണ് കാര്യം. ജീവിതം ചിലപ്പോൾ വളരെ വിചിത്രമാണ്. നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തവർ നമ്മെ സഹായിക്കാൻ എത്തുന്നത് കാണാം. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനു വേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടം ഓടുന്നതും. അതുതന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങൾ ഇനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നാണ്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ട്. നാവ് വളരെ ചെറുതും ഭാരം ഇല്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തേക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴെ എത്തിക്കാനും കഴിയും. തകർക്കാനും തളർത്താനും പലരും ഉണ്ടാകും. തളരാതെ മുന്നോട്ട് പോവുക. കാരണം ജീവിതം നമ്മുടേതാണ്, ജീവിക്കേണ്ടത് നമ്മളാണ്. ജീവിതത്തിൽ എന്ത് കിട്ടിയിട്ടില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതെയിരിക്കാൻ നല്ല മനഃശക്തി വേണം. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചത് മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും ഒരു അർത്ഥവുമില്ല. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് നമ്മുടെ ധർമ്മവും. നിങ്ങൾ വിജയിക്കുന്നതുവരെ
ജീവിതം നിങ്ങൾക്ക് ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹം ഉള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ലെന്ന് ഓർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോവാൻ ശ്രമിക്കുക. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്ന് വീഴാതിരിക്കാൻ കഴിയൂ. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം. പക്ഷെ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. ചിലതൊക്കെ കൃത്യമായി മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ചു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്.